ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു വർക്കുണ്ട്. വർക്ക് എറണാകുളത്താണ്. ആക്ച്വലി ബ്രൈഡൽ വർക്കൊന്നുമല്ല, നമുക്കൊരു മേക്കപ്പിൻ്റെ വർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷൂട്ട്, ഫോട്ടോഷൂട്ടല്ല, അല്ലാതൊരു ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇറങ്ങുവാണ്. 6:55 ട്രെയിന്. കണ്ണാപ്പി വരുന്ന കണ്ണാപ്പി ടാറ്റാ 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 അമ്മച്ചിക്ക് ടാറ്റാ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ വന്ദേ ഭാരതി ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. എനിക്കിതുവരെ വന്ദേ ഭാരതി കയറേണ്ട അവസരമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ഫുഡ് നമ്മൾ ഓൾറെഡി പ്രയറായിട്ട് ബുക്ക് ചെയ്യണമെന്ന് അറിയാം, പക്ഷേ അല്ലാതെയും നമുക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡൗട്ടൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം സീറ്റിൽ കാണും, പിന്നെ പത്രമൊക്കെ വായിക്കാനും അതും കാണും. അത് കഴിഞ്ഞിട്ട് ടീ പിന്നെ 2 ബിസ്ക്കറ്റും കൂടെ കൊണ്ടു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് കയറിയോണ്ട് കോട്ടയം കഴിഞ്ഞിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തത്. ഞാൻ വെജായിരുന്നു ഓൾറെഡി കൊടുത്തത്. അപ്പോൾ വെജ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ വെജാണോ നോൺ വെജാണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുമായിരുന്നു. ഞാൻ വെജ് കൊടുത്തുകൊണ്ട് എനിക്ക് ഇഡലിയും സാമ്പാറും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. നോൺ വെജ് ആയിരുന്നെങ്കിൽ മുട്ടക്കറി, ഇടിയപ്പം അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അത് നമുക്ക് പ്രയറായിട്ട് അറിയത്തൊന്നുമില്ല, അവിടെ തരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഇതൊക്കെയായിരുന്നു ബാത്റൂമിൽ കയറി വീഡിയോ എടുക്കുക. മീൻസ് എനിക്കാണെങ്കിൽ മിഡിൽ സീറ്റാണ് കിട്ടിയത്. അപ്പം നമുക്ക് അവിടുത്തെ ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ബാത്റൂമൊക്കെ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ഇപ്പോൾ തേർഡ് AC സെക്കൻഡ് AC പോലൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ ബെറ്റർ ആണോയെന്ന് എനിക്കറിയത്തില്ല. സെക്കൻഡ് ACയിലൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തോ മറ്റേ ഫ്രൂട്ടി അങ്ങനത്തെ എന്തോ ഒരു ജ്യൂസും കൊണ്ട് വന്നായിരുന്നു. അത് വേണമെന്ന് ചോദിച്ചു. അതും ഐ തിങ്ക് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഡെലിവറിയും പ്രഗ്നൻസിയും വർക്കൊക്കെ കൂടെ ബാലൻസ് ചെയ്ത് ഇതെങ്ങനെ തിരുപ്പൂർ പോയി കല്യാണം കഴിച്ചത്? എനിക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു കോളേജിൽ. മലയാളിയല്ല അല്ലേ? അല്ലല്ല, പഞ്ചാബിയാ, പ്രോപ്പർ പഞ്ചാബി. ഞാൻ വിചാരിച്ച മലയാളി റൂട്ട്സ് ഉള്ള പഞ്ചാബിയാണ്. ഓ മൈ ഗോഡ്. ഞാൻ ആരെ മേക്കപ്പ് ചെയ്താലും അവരെല്ലാവരും എന്നോട് ആദ്യം ചോദിക്കുന്ന കാര്യം ഇതെങ്ങനെ ഈ തിരുപ്പൂർ പോയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പം യൂഷ്വലി നമ്മൾ നമ്മുടെ കഥ പറയേണ്ടി വരും. ചിലർ പറയും, ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ പറയും, ചേച്ചി പറ, നമുക്ക് കഥ കേൾക്കാം. അപ്പം ഞാൻ പറയും ഒട്ടും ടൈമില്ല, കാരണം മുഹൂർത്തത്തിൻ്റെ ടൈമൊക്കെ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പറയാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോഷൂട്ടോ അങ്ങനെ ചെറിയ ടൈമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പറയും. അപ്പോഴും എന്നാലും എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നൊരു കാര്യമാണ്, പഞ്ചാബിയാണോ, അതെങ്ങനെ തിരുപ്പൂർ എങ്ങനെ പോയെന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. പിന്നെ അത് റിലേറ്റഡ് പഞ്ചാബി അങ്ങനെ അങ്ങ് പോകും. അപ്പം മേക്കപ്പ് നമ്മളൊരു 11:30 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. ചേച്ചി സ്റ്റുഡിയോയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോന്നു. എന്നോടാകെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം മുടി കെട്ടിവെക്കണം എന്നുള്ളതാണ്, അഴിച്ചിടാതെ കെട്ടിവെക്കണം. അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുടി കെട്ടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നെ ഒരുപാടങ്ങ് ഹെവി മേക്കപ്പ് വേണ്ട എന്നുള്ളത്. അപ്പം അത് രണ്ടേ ഉള്ളായിരുന്നു. അപ്പം ഞാനൊരു മെസ്സി ബൺ പോലെ ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു.
പാപ്പിയാണോ ഇത്? ആണോ? ഇങ്ങോട്ട് നോക്കടാ, ഫോണിൽ നോക്കാനല്ല. അയ്യോ, കരയാൻ റെഡി ആയിട്ട് നിൽക്കുവാ. Ready?